friends, welcome to Aychu's new world. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ക്ലീനിങ് ടിപ്സുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമ്മളിപ്പോൾ ചെയ്യുന്നത് സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡ് കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് 1 മിനിറ്റ് പോലും ആവശ്യമില്ല ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അതിന് ഒരു സാധനം മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോൾഗേറ്റ് ആണ്. കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പല്ല് തേച്ച് വെളുപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്വിച്ച് ബോർഡ് തേച്ച് വെളുപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കോൾഗേറ്റ് തേച്ചിട്ട് നമ്മൾ പല്ല് തേക്കുന്നത് പോലെ തന്നെ ഞാൻ സ്വിച്ച് ബോർഡിനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു തുണിയിൽ ടൂത്ത് പേസ്റ്റ് പുരട്ടിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബ്രഷ് എടുക്കാൻ കാരണം ഇതിൻ്റെ ഈ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷ് എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് ബ്രഷ് യൂസ് ചെയ്യണമെന്നില്ല, തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ഗ്യാപ്പുകളൊക്കെ ക്ലീനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ സ്വിച്ച് ബോർഡ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു തുണി വെച്ചിട്ട് അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വിച്ച് ബോർഡ് ഇപ്പോൾ പുതിയ സ്വിച്ച് ബോർഡ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്വിച്ച് ബോർഡ് ഇതുപോലെ ആയിരുന്നു, കണ്ടില്ലേ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ പുതുപുത്തൻ സ്വിച്ച് ബോർഡ് ആക്കിയെടുക്കാം. ഇപ്പോൾ സ്വിച്ച് ബോർഡ് പുതിയതുപോലെ ആയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റും ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അതും കൂടി നമുക്ക് ക്ലീൻ ചെയ്തെടുത്താലോ. അപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റുമുള്ള അഴുക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ നനവോട് കൂടിയിട്ട് ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ടൂത്ത് പേസ്റ്റ് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തുണി വെച്ചിട്ട് ഇതൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തേച്ചിട്ട് തുടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ അഴുക്കൊക്കെ പോയി കിട്ടും. ബ്രഷൊക്കെ വെച്ചിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. നമുക്കിതുപോലെ ഒരു തുണി വെച്ചിട്ട് തുടച്ച് ക്ലീൻ ചെയ്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇപ്പം തന്നെ നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വിച്ച് ബോർഡും സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റുമുള്ള ഭാഗവും നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതുപോലെ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ഇതുപോലെ പരസ്യങ്ങൾ എഴുതിയിട്ടുള്ള ഗ്ലാസ്സസ്, ബൗൾസ്, പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളത് ഗസ്റ്റുകൾ വരുമ്പോഴൊന്നും പുറത്തേക്ക് എടുക്കില്ല. കാണാൻ നല്ല ഭംഗിയുള്ള ബൗളും പ്ലേറ്റ്സും ഒക്കെ ആവും, പക്ഷേ നമ്മൾ ഈ പരസ്യം കാരണം നമ്മൾ ഗസ്റ്റുകൾക്കൊന്നും വെച്ചു കൊടുക്കില്ല. അപ്പോൾ നമുക്ക് ഈ പരസ്യം കളയാനായിട്ട് ഒരു എളുപ്പ മാർഗ്ഗമുണ്ട്. നമുക്ക് 1 മിനിറ്റ് പോലും ആവശ്യമില്ല ഈ പരസ്യങ്ങൾ കളയാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് കോൾഗേറ്റ് പേസ്റ്റ് ഇടുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാൻ എടുത്തത് ഇപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ട്, ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടി എടുക്കേണ്ടത് നമ്മുടെ ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കയ്യിലും ഉണ്ടാകുന്ന സാനിറ്റൈസറാണ്. അതാണ് ഇനി നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ സാനിറ്റൈസർ ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തുണിയിൽ മുക്കിയിട്ട് നമ്മുടെ പാത്രങ്ങളിലെ പരസ്യത്തിൽ പുരട്ടിയിട്ട് നമുക്ക് ഒന്ന് തുടച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മളിത് പുരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തുടക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ മാഞ്ഞു വരും, കണ്ടില്ലേ അതിൻ്റെ കളറ് തുണിമ പിടിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് മാഞ്ഞു പോയിക്കോളും. അപ്പം നമ്മുടെ ബൗളിലുണ്ടായിരുന്ന പരസ്യം കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ പ്ലേറ്റിലെ പരസ്യം ഒന്ന് കളയാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ പാത്രങ്ങളിലുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് കളയാം. നമുക്ക് വിനെഗർ വെച്ചിട്ട് ഇതുപോലെ പരസ്യങ്ങളൊക്കെ കളയാൻ പറ്റും. പക്ഷേ അത് കുറച്ചധികം സമയം എടുക്കും. ഒരു 3/4 മണിക്കൂറോളം നമ്മൾ വിനെഗറിലൊക്കെ മുക്കി വെക്കേണ്ടിയൊക്കെ വരും. ഇതാവുമ്പോൾ നമുക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തുടച്ച് കളയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്ലേറ്റിലെ പരസ്യം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ മടി കൂടാതെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ചുമരുകളെല്ലാം ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ടാവും. കുട്ടികളുടെ കയ്യിൽ കിട്ടുന്ന ക്രയോണ്, പെൻസില്, പെന്ന്, സ്കെച്ച്, അങ്ങനെ അവരുടെ കയ്യിൽ എന്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് അവരുടെ കലാവാസനയൊക്കെ തീർക്കുന്നത് നമ്മുടെ ചുമരുകളിലായിരിക്കും. അത് നമ്മൾ എത്ര തുടച്ച് കളഞ്ഞാലും അത് പോകത്തുമില്ല. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ കളയാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിക്കുന്നുണ്ട്. പാത്രം കഴുകുന്ന ഏത് ലിക്വിഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ പ്രീ ലിക്വിഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വിമ്മ്, ഫെയറി അങ്ങനെ ഇഷ്ടമുള്ള ഏത് ലിക്വിഡ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ താരമായിട്ടുള്ള കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, നമ്മുടെ സാനിറ്റൈസർ. അതൊരു 4-5 ഡ്രോപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു തുണി എടുത്തിട്ട് നമുക്കിതിൽ മുക്കിയിട്ട് നമ്മുടെ വരച്ച് വെച്ചിട്ടുള്ള ചുമരുണ്ടല്ലോ അതിൽ നമുക്ക് തുടച്ചു കൊടുക്കാം. ഞാനിത് തുണിയിൽ മുക്കിയിട്ട് ചുമരിൽ തുടച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, ഇത് തുടക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വരച്ചതൊക്കെ മാഞ്ഞു പോവും. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ക്രയോൺ വെച്ചിട്ടും പെൻസിൽ വെച്ചിട്ടും പെൻ വെച്ചിട്ടും എന്ത് വെച്ചിട്ട് വരച്ചതാണെങ്കിലും ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മായ്ച്ച് കളയാൻ പറ്റും. നമുക്കിത് ബ്രഷൊക്കെ വെച്ചിട്ട് ഉരച്ച് വൃത്തിയാക്കേണ്ടതൊന്നും ആവശ്യം വരില്ല. നമുക്കിതുപോലെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചാൽ മാത്രം മതി. അപ്പോൾ തന്നെ ഇത് വൃത്തിയായിട്ട് കിട്ടും. പെയിൻറ്റിനൊന്നും യാതൊരു കേടും വരില്ല. പിന്നെ നമ്മളിത് വരച്ചതൊക്കെ മായ്ച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു തുണി എടുത്തിട്ട് നമുക്ക് ചുമരൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വേറെ തുണി വെച്ചിട്ട് ചുമര് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ചുമരിലുണ്ടായിരുന്ന വരകളൊന്നും ഇപ്പം ഇല്ല, വരച്ചതിൻ്റെ ഒരു പാട് പോലും ഇപ്പം ഇല്ല. നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെ ഗ്യാസ് ബർണർ ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കറുത്തിരിക്കും. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിത് പുതുപുത്തൻ പോലെ ആക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ 3 ബർണറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 3 ബർണറും മുങ്ങിക്കെടുക്കാൻ പാകത്തിന് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 ഡ്രോപ്പ് ഹാർപ്പിക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു വലിയ ചെറുനാരങ്ങയുടെ പകുതി നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു സ്റ്റീൽ വൂൾ വെച്ചിട്ട് വെറുതെ ഒന്ന് ഉരച്ചു നോക്കാം. അപ്പോൾ നമ്മൾ വെറുതെ ഉരക്കുമ്പോൾ തന്നെ ഇതിലത്തെ ബ്ലാക്ക് കളറൊക്കെ പോകുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടി ഒഴിച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നന്നായി ഉരച്ചിട്ട് വൃത്തിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ബർണറിൻ്റെ ഓൾസൊക്കെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഉരച്ച് ക്ലീൻ ചെയ്യുമ്പോൾ. ഇനി ഇത് നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പുതിയ ബർണർ പോലെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മുടെ ബർണർ എങ്ങനെയായിരുന്നെന്ന് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ പുതിയതുപോലെ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടിപ്സ് എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ടിപ്സും വ്ളോഗ്സും ചാലഞ്ചസും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഉടനെ വരുന്നതാണ്. Please subscribe, comment, like and share.